എല്ലാ കൂട്ടുകാർക്കും മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യം: കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഉത്തരം: 2023 ഏപ്രിൽ 25. അടുത്ത ചോദ്യം: ടെന്നീസ് പുരുഷ സിംഗിൾസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആര്? ഉത്തരം: നൊവാക് ജോക്കോവിച്ച്. അടുത്ത ചോദ്യം: പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: ഡെൻമാർക്ക്. അടുത്ത ചോദ്യം: പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്കുള്ള രാജ്യാന്തര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നേടിയ കേരളത്തിലെ കടൽ തീരം ഏത്? ഉത്തരം: കാപ്പാട് ബീച്ച്. അടുത്ത ചോദ്യം: സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് ഏത്? ഉത്തരം: വർക്കല പാപനാശം ബീച്ച്. അടുത്ത ചോദ്യം: ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം: ജാംനഗർ, ഗുജറാത്ത്. അടുത്ത ചോദ്യം: അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായത് ആര്? ഉത്തരം: ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. അടുത്ത ചോദ്യം: 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഉത്തരം: വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. അടുത്ത ചോദ്യം: 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച നർത്തകി ഭവാനി ചെല്ലപ്പൻ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: കേരള നടനം. അടുത്ത ചോദ്യം: മലയാള സിനിമാ ചരിത്രത്തിലെ അതിവേഗ 100 കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏത്? ഉത്തരം: ആടുജീവിതം. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആര്? ഉത്തരം: ദേവിക. അടുത്ത ചോദ്യം: ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ച് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം ഏത്? ഉത്തരം: ഒഡീസിയസ്. അടുത്ത ചോദ്യം: ഫെബ്രുവരി 21 അന്തരിച്ച ഫാലി എസ് നരിമാൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം: നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും. അടുത്ത ചോദ്യം: ബഹിരാകാശ മേഖലയിൽ നേരിട്ടുള്ള എത്ര ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അടുത്തിടെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്? ഉത്തരം: 100%. അടുത്ത ചോദ്യം: 2000 വർഷം പഴക്കമുള്ള ചേര നാണയം കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം: ഈജിപ്റ്റ്. അടുത്ത ചോദ്യം: ഇസ്രായേലിന് തിരിച്ചടി നൽകാനുള്ള ഇറാൻ ദൗത്യം ഏത്? ഉത്തരം: ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം: ഹീരാലാൽ സമരിയ. അടുത്ത ചോദ്യം: യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത്? ഉത്തരം: വിശ്വഭാരതി സർവകലാശാല. അടുത്ത ചോദ്യം: ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഉത്തരം: 107. അടുത്ത ചോദ്യം: നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഉത്തരം: BVR സുബ്രഹ്മണ്യൻ. അടുത്ത ചോദ്യം: ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില എങ്ങനെയാണ്? ഉത്തരം: 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. അടുത്ത ചോദ്യം: ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്ത്? ഉത്തരം: നാരി ശക്തി വന്ദൻ അധീനിയം. അടുത്ത ചോദ്യം: ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്?
ഉത്തരം ഇടമലക്കുടി. അടുത്ത ചോദ്യം, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം സ്പെക്ട്രം. അടുത്ത ചോദ്യം, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം സ്നേഹപൂർവം.